എടാ ഉറക്കപ്പിച്ചാലൊക്കെ ഞാൻ അറിയാണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതുമ്മ തൂങ്ങി പിടിക്കുക. ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നാളെ വന്ന് ഞാൻ തന്നെ പറയും, ചിലപ്പം അത് ചെക്ക് ചെയ്ത് മനസ്സിലായി ഞാൻ പറയും സോറി, ഞാൻ മറ്റൊരു ഉറക്കപ്പിച്ചാൽ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ബാക്കിയോടെ കേക്ക്. ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തിയത് ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. ചോദിക്കല്ലോ, പേഴ്സണൽ ഡീറ്റെയിൽ ചോദിക്കാണ്ട് ഇമ്മാതിരി ഉടായ്പകളോണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കാണ്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? ചിലപ്പോൾ പറയും പോലീസുകാരെ ഞങ്ങളെ വീട്ടിൽ വന്ന് പീഡിപ്പിച്ചെന്ന് വരെ പറയുന്ന ടീമാണ്. പരാതി കൊടുത്ത ശേഷം എന്തെല്ലാം വിധത്തിലുള്ള SITക്ക് പരാതി കൊടുത്തു, എന്തെല്ലാം അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്? ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്, ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം? കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. പോലീസ് വിശ്വാസമില്ലെന്നാണ് പറയുന്നത്. വിശ്വാസം ഇല്ലെന്നല്ല, പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന്. നിങ്ങളിൽ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ സ്ഥാപിക്കാനുള്ളത്? അങ്ങനെന്ന് ചോദിച്ചാൽ അതായത് രേഖകളോ ഫോൺ റെക്കോർഡുകളോ? ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട്, റെക്കോർഡൊക്കെ നമ്മൾ വേറെ രേഖയും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഫോണൊക്കെ അവർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫോണിൽ വല്ലതുകൊണ്ടോ ഇല്ല, ഫോണ് നിവീൻ പോളിന്റെ കയ്യിലുള്ളത്. ഇനി അട്ടിമറിക്കാനുള്ള ചാൻസ് മൊത്തം അട്ടിമറിയാണ്. ഇവർ പണ്ട് ചോദിച്ചോളൊന്നുമില്ല ഇപ്പൊ ചോദിക്കുന്നത്. പണ്ട് 3 ദിവസം ഈ പറഞ്ഞ ഡിസംബർ 15, 16, 17 എന്നെ അങ്ങോട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആള് പിന്നെ പറയുന്ന ഉറക്കപ്പിച്ചലാണ്. ഞാൻ പറഞ്ഞത് ഇമ്മാതിരി ടീമിനോട് പിന്നെ നിങ്ങൾ അയ്യോ പൊന്നെ മോനെ താലേ പോന്ന് വിളിച്ചിട്ട് മറ്റേ പാല് കൂട്ടി കൊടുത്തിട്ടല്ലല്ലോ ചോദ്യങ്ങൾ ചോദിക്കുക. ഫ്രോഡായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുകളിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് അല്ല, അതിൻ്റെ അപ്പുറത്തെ ട്രാപ്പാണ് ബാക്കിയുള്ള ആൾക്കാർ പറയുള്ളൂ. എടോ നിങ്ങൾ, അതായത് ഒന്നുകിൽ നമ്മളെ പറഞ്ഞ ചേച്ചി കഞ്ചാവ് കലക്കിയ വെള്ളം കുടിച്ചിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ഉറക്കപ്പിച്ചേല്. നിങ്ങളിത് രണ്ടും അല്ലാത്തൊരു ബോധാവസ്ഥ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് നമ്മൾ പോലീസുകാരും ബാക്കിയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ കാവൽ നിൽക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ചോദിച്ചാൽ അപ്പോഴെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അതല്ല നിങ്ങൾ പറഞ്ഞൊക്കെ തൊണ്ട തൊടാത്ത അങ്ങോട്ട് വിഴുങ്ങിയിട്ട് എന്താ ഈ പറഞ്ഞ ആളങ്ങ് അറസ്റ്റ് ചെയ്യണോ? എന്ത് ഇപ്പൊ നിവിൻ പോളിന്റെ പേരൊന്നും വരുന്നില്ല. ഇപ്പൊ അവർ പറയുന്നത് ഏതോ ഒന്നാം പ്രതി ഉണ്ടാവും, അയാളെവിടെ, അയാളുടെ വക്കീല വന്നത്. പിന്നെ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ അയാൾ ഡയറക്റ്റാണ് വന്ന് നിങ്ങളുടെ മുമ്പിലാണ് കുനിഞ്ഞു നിൽക്കുമോ? ഇല്ലല്ലോ, വക്കീലിനെ വിടുകയുള്ളൂ. പറയുന്ന കാര്യത്തിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന വക്കീൽ പോലും വരേണ്ട കാര്യമില്ല. പോലീസുകാർക്ക് നിങ്ങളെ തൂക്കി അങ്ങോട്ട് അകത്തേക്ക് ഇടാം. അപ്പോഴും പറയോ ഞാൻ ഉറക്കത്തിലായിരുന്നു പറഞ്ഞിരുന്നത്, ഞാൻ പിച്ചും പേഴും പറഞ്ഞാന്ന്. ഇതുപോലത്തെ ആളുകൾ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇമ്മാതിരി കേസുകളുമായിട്ട് വരുന്ന ടീംസിനെ ആദ്യം നല്ലോണം ഒന്ന് കോട്ടന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ബപ്പ് അടിച്ച് അവിടെ നിന്ന് ഇരുന്ന് തൂറും ഇങ്ങനത്തെ ടീംസ്. അപ്പോൾ തന്നെ മനസ്സിലാവും വെറുതെ ഈ പോലീസുകാർ ഇതിൻ്റെ പിന്നാലെ നടന്ന് കുറേ പൈസയാക്കി അതും ചെലവും സമയവും ഒക്കെ നഷ്ടപ്പെടുത്തി അവസാനം ഞാൻ പിച്ചും പഴം പറഞ്ഞാണ്, ഞാൻ ഉറക്കത്ത് പറഞ്ഞാണ്, ഞാൻ മുള്ളുമ്പം പറഞ്ഞാണ്, ഞാൻ അക്കൂസ് പഴം പറഞ്ഞൊക്കെ പറഞ്ഞ ടീംസിനൊക്കെ വെച്ചിട്ട് എത്ര കാലം മുമ്പോട്ട് കൊണ്ടു ഇങ്ങനത്തെ കേസുകളൊക്കെ. ഇപ്പം ഇന്നലെ മുകേഷിന് ജാമ്യം കിട്ടി. പറഞ്ഞ എന്താ പറയുക, നമ്മുടെ മീനു പറഞ്ഞ പല കാര്യങ്ങളും എന്താ പറയുക ഒരേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കൂടെ ഫ്ലാറ്റിൽ പോയി തിരിച്ച് കൂടെ വന്ന് മറ്റേ പൈസ അയക്കുന്നു, വിശ്വസ് അയക്കുന്നു, എല്ലാം അയക്കുന്നുണ്ട്. അവസാനം അത് പരാതി അല്ല, അത് പീഡന പരാതി. ഇങ്ങനത്തെ വെടി ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് ഇങ്ങനത്തെ പരാതികളും കൊണ്ടിട്ട്. പിന്നെ വേറെ എന്ത് പറയാനതിനൊക്കെ കഷ്ടം.